ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോണ്ടാ ഒരു മെസ്സേജ് 50% ഡാറ്റ യൂസ് ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ 80%, 100%, ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ കംപ്ലീറ്റ് തീർന്നു. ഈ ക്യാ മായ ഹേ. വെൽക്കം ടു ഡേ 1 ഓഫ് ആൻ ആപ്പിൾ ഡേ, എവറിത്തിങ് അബൌട്ട് ആപ്പിൾ. അപ്പോൾ ഡാറ്റ കംപ്ലീറ്റ് തീർന്നു. അപ്പോൾ ഏത് ആപ്പാണ് ഈ ഡാറ്റ മൊത്തം യൂസ് ചെയ്തതെന്ന് ഒരു ഐഡിയ ഇല്ല. അതറിയാണ്ടൊരു സമാധാനമില്ല. അപ്പോൾ ഇത് ഏത് ആപ്പാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ സെറ്റിങ്സിലേക്ക് പോന്നു, സെല്ലുലാറിലേക്ക് പോന്നു. ആ ഡാറ്റ യൂസേജിൻ്റെ ഇടയിൽ ഷോ ഓൾ കൊടുക്കുന്നു. ഇതിലാണെങ്കിൽ സിം എടുത്ത അന്ന് മുതലുള്ള ഡാറ്റ യൂസേജ് ഉണ്ട്. ടിപ്പിക്കൽ ആപ്പിൾ. ആൻഡ്രോയിഡിലാണെങ്കിൽ നമുക്ക് ഡെയിലി ഡാറ്റ യൂസേജ് സെറ്റ് ചെയ്യാം. ഓരോ ആപ്പും ഡെയിലി എത്ര ഡാറ്റ യൂസ് ചെയ്തു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ഐഫോൺ യൂസേഴ്സ് എല്ലാം അൾട്രാ റിച്ചും മൊബൈൽ ഡാറ്റ അവർക്കൊരു പ്രശ്നമല്ല എന്ന് ടിമ്മണ്ടെന്ന് തോന്നി കാണും. ഒരു ആപ്പും ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഷോർട്ട് കട്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്യാം. അതിൽ ന്യൂ ഷോർട്ട് കട്ട് എടുക്കുക. അതിൽ റീസെറ്റ് സെല്ലുലാർ ഡാറ്റ യൂസേജ് ഇത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഇപ്പോൾ ഈ ഷോർട്ട് കട്ട് റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ യൂസേജ് റീസെറ്റ് ആവും. അപ്പോൾ എല്ലാം 0 ആയി. ഇനി ഇത് എല്ലാ ദിവസവും രാത്രി 12 മണിയാകുമ്പോൾ നമുക്ക് പോയിട്ട് ഈ ഷോർട്ട് കട്ട് എല്ലാ ദിവസവും റൺ ചെയ്യാന്ന് പറയുന്നത് ഈസിയല്ല. അപ്പോൾ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആവണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് ടാബിൽ കാണുന്ന ഈ ഓട്ടോമേഷനിൽ പോവാം. അതിൽ ന്യൂ ഓട്ടോമേഷൻ കൊടുക്കുക. എന്നിട്ട് റൺ ഡെയിലി അറ്റ് 12 AM കൊടുക്കുക. എൻ്റെ ഡാറ്റ ഇവിടെ റീസെറ്റ് ആവുന്നത് ഡെയിലി 12 മണിക്കാണ്. എന്നിട്ട് റിപ്പീറ്റ് ഡെയിലി കൊടുക്കുക. റൺ ഇമ്മീഡിയറ്റ്ലി കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുകയാണെങ്കിൽ അടുത്ത മെനുവിൽ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ റീസെറ്റ് സെല്ലുലാർ ഡാറ്റ യൂസേജ് എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് ആണ്. അത് ക്ലിക്ക് ചെയ്യുക. ഡൺ. അത്രേ ഉള്ളൂ. ഇനി എല്ലാ ദിവസവും കൃത്യം 12 മണിയാകുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ യൂസേജ് റീസെറ്റ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്പാണ് എത്ര ഡാറ്റയാണ് യൂസ് ചെയ്തതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും.